നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതിനെ തുടർന്നുള്ളതായ ഭാഗങ്ങളാണ് ഇന്ന് ചിന്തിക്കുന്നത്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ സുവ്യക്തമായ തെളിവുള്ള വചനങ്ങളുടെ ആധാരത്തിൽ കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളോവേ. മതി മതി മതി. അവിടെ പ്രസക്തമായ വിഷയം ഇതാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവൻ അതാരാണെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. യേശുക്രിസ്തു പിതാവിനെ വിളിച്ചിട്ട് പിതാവിനോട് സംസാരിക്കുന്നതാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ളോവേ എന്നാണ് യേശുക്രിസ്തു പിതാവിനെ അഡ്രസ് ചെയ്യുന്നത്. ഇതിനോട് ചേർത്ത് തന്നെയാണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 4-ാം വാക്യം. 24-ാം വാക്യം. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട്. അപ്പോൾ ലോകവും അതിലുള്ള സകലത്തെയും ഉണ്ടാക്കിയവനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവരാണ്. അവൻ ആരാണെന്നാണ് പറഞ്ഞത്? ആ ലോകവും അതിലൊക്കെയും ഉണ്ടാക്കിയവൻ. അവൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണ്. ഇതിനോട് ചേർത്താണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 24-ാം വാക്യം. അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം 24-ാം വാക്യം. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ. ഇത് ആരാണെന്നറിയാമോ ദൈവത്തോട് നിലവിളിച്ചു പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും അമ്മയുടെ ഉദരം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ യഹൂദന്മാർ അവരെ ചോദ്യം ചെയ്യുമ്പോൾ അവരോടുള്ള സംഭാഷണം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന അതിന്റെ പശ്ചാത്തലത്തിൽ യഹൂദന്മാർ ഇവരെ പീഡിപ്പിക്കുകയും ഇവരെ തർജ്ജനം ചെയ്തിനി മേലാൽ ഈ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മിണ്ടിപ്പോകരുത് എന്ന് തർജ്ജനം ചെയ്യുകയും ചെയ്ത് അവരെ വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിട്ടയക്കപ്പെട്ട പത്രോസും യോഹന്നാനും തങ്ങളുടെ കൂട്ടു സഹോദരങ്ങളുടെ യെരുശലേമിലെ സഭയുടെ അടുത്തേക്ക് വരികയാണ്. അവർ വന്നിട്ട് ഈ സംഭവ വികാസങ്ങൾ അവരോട് പറഞ്ഞു കഴിയുമ്പോൾ അത് കേട്ടിട്ട്, അതാണ് അവിടെ പറഞ്ഞത്, ഇത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും
ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ നാഥനെ. അപ്പോൾ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയവനായ ദൈവത്തോട് ഒന്നാം നൂറ്റാണ്ടിലെ സഭ, അപ്പോസ്തലന്മാർ ഉൾപ്പെടെയുള്ളവർ ഒരു മനപ്പെട്ട് വിളിച്ചു പറയുന്നതാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അവിടെ വന്ന് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. ഈ പറയപ്പെട്ടിരിക്കുന്നവനായ ദൈവം ആരാണെന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് യേശുക്രിസ്തു പറയുന്നതാണ്. നമ്മൾ വായിച്ചത് ഒന്നുകൂടി വായിക്കാം. മത്തായി 11-ന്റെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവനെ എന്ന് ആണ് യേശു പിതാവിനെ അഡ്രസ് ചെയ്യുന്നത്. മറന്നുപോലെ ചേർത്ത് പഠിക്കണം ഇതിന്. അപ്പോസ്തല പ്രവൃത്തി 17-ന്റെ 24 നമ്മൾ വായിക്കുന്നത്, ലോകവും അതിലുള്ള സകലവും ഉണ്ടാക്കിയവന് ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണെന്ന് യേശുവിനോട് കൂടെ നടന്ന് കേട്ടു പഠിച്ച അപ്പോസ്തലന്മാർ, 1-ാം നൂറ്റാണ്ടിലെ സഭ, അപ്പോസ്തലനായ പൗലോസ്, ഇവരൊക്കെയും പറയുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ സ്വർഗത്തിലും ഭൂമിയിലും സമുദ്രത്തിലും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ നാഥനോട് 1-ാം നൂറ്റാണ്ടിലെ സഭ നിലവിളിച്ചു പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. ഇവരാരോടാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് ഉറപ്പിക്കണ്ടായോ? യേശു പിതാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോസ്തലന്മാര് പറയുമ്പോൾ സകലത്തെയും ഉണ്ടാക്കിയവനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണെന്ന് പറയുന്നു. ഇതേ 1-ാം നൂറ്റാണ്ടിലെ സഭ വന്നിട്ട് പറയുകയാണ്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയവനാണ് ഇവരുടെ ദൈവം. ആ ദൈവം ആരാണെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. പലരും യേശുക്രിസ്തുവാണ് സകലത്തിന്റെയും സൃഷ്ടാവെന്ന അബദ്ധധാരണ വെച്ചുകൊണ്ട് നടക്കുകയാണ്. യേശുക്രിസ്തുവാണ് സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവമെന്ന അബദ്ധധാരണ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ചിലരൊക്കെ ആ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവമായ പിതാവ് തന്നെ യേശുക്രിസ്തുവായിട്ട് വന്നു നിൽക്കുകയാണ് എന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട്. ഇങ്ങനെ ബഹുവിധമായ അബദ്ധധാരണകൾ വച്ചു പുലർത്തുന്ന വലിയൊരു സമൂഹത്തിന്റെ മധ്യയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മറന്നുപോകരുത്. അവിടെയാണ് നമുക്ക് വളരെ കൃത്യതയോടുകൂടി ഈ ദൈവം ആരാണ് എന്നുള്ള വസ്തുത വിശുദ്ധ വേദപുസ്തകം പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കേണ്ടത്. അതിലാണ് നമ്മളുടെ ചുവടുകൾ ഉറപ്പിക്കേണ്ടത്. അതിലാണ് നമ്മൾ സ്ഥിരതയുള്ളവരാകേണ്ടത്. ഇത് യേശുക്രിസ്തുവാണോ അല്ല എന്ന് വ്യക്തമാക്കുന്ന വചനഭാഗങ്ങളാണ്. ഒന്നാമത് യേശുക്രിസ്തു വിളിച്ചത് പിതാവിനോടാണ് വിളിച്ചത്. പിതാവിനോടാണ് യേശു സംസാരിക്കുന്നത്. മത്തായി 11-ന്റെ 25 റെഫറൻസ് മറന്നുപോലെ. ഈ റെഫറൻസ് തമ്മിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്താണ് പഠിക്കുന്നത്. അത് മറന്നുപോകരുത്. അതങ്ങ് കാർവ് ചെയ്തിടണം. നമ്മുടെ ഹൃദയത്തിൽ അത് കാർവ് ചെയ്ത് വെക്കണം. ചിലർക്ക് തലച്ചോറെങ്കിൽ തലച്ചോറിലായിക്കോട്ടെ കാർവ് ചെയ്തത് വെക്കണം. മനസ്സിലായോ? ബൈബിളിന്റെ ഭാഷയിൽ നമ്മൾ ഹൃദയത്തിലാണത് കാർവ് ചെയ്ത് വെക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ സയൻസിന്റെ ഭാഷയിൽ തലച്ചോറിലായിക്കോട്ടെ തലയിലായിക്കോട്ടെ എവിടെയും ആയിക്കോട്ടെ. എന്റെ വിഷയം അതല്ലല്ലോ. അതുകൊണ്ട് ഈ റെഫറൻസ് നമ്മൾ ഓർമ്മയിൽ വെച്ച് സൂക്ഷിക്കണം ചിട്ടയോടെ. അപ്പൊ ഇനി 1-ാം നൂറ്റാണ്ടിലെ സഭയും അപ്പോസ്തലന്മാരും നിലവിളിച്ചു പറയുന്നത് ഈ സകലത്തിന്റെ സൃഷ്ടാവായവനായ ദൈവത്തോടാണ്. യേശു പിതാവേ എന്ന് വിളിച്ചവനോട് അപ്പോസ്തലനായ പൗലോസ് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവനെന്ന് പറഞ്ഞവനോട്, അതുപോലെ സകലത്തിലെ സൃഷ്ടാവായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും കർത്താവാണെന്ന് പറഞ്ഞ അതേ ദൈവത്തെ, ആ ദൈവം ആരാണ്, ആ സകലത്തിന്റെ സൃഷ്ടാവ് ആരാണ് എന്നുള്ളതാണ്. ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 24-ാം വാക്യത്തിന്റെ തൊട്ടടുത്ത വാക്യം
നമുക്കതിനൊരു ക്ലാരിറ്റി തരികയാണ്. യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരും 1-ാം നൂറ്റാണ്ടിലെ സഭയും ദൈവത്തോടാണ് നിലവിളിച്ചു പറഞ്ഞത്. ആ ദൈവം സകലത്തിന്റെയും സൃഷ്ടാവാണെന്നും വളരെ സ്ഫുടമായി തന്നെ അവർ പറയുന്നു. ആ ദൈവമാണ് തുടർന്ന് പറയുന്ന വാക്യങ്ങളിൽ നമുക്ക് ആ ദൈവം ആരാണെന്നുള്ളത് വെളിപ്പെടുത്തി തരുന്നത്. സങ്കീർത്തനങ്ങൾ 2:1-2 വാക്യങ്ങളാണ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 25-ാം വാക്യം മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് അപ്പോസ്തലന്മാർ അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരവിടെ സംസാരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 2:1-2 വാക്യങ്ങളാണ്. വായിക്കാം. സങ്കീർത്തനങ്ങൾ 1-2 വാക്യങ്ങൾ വായിക്കുന്നതിന് മുമ്പ് അപ്പോസ്തലപ്രവൃത്തി 4:25-26 വാക്യങ്ങൾ വായിക്കും. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരങ്ങുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവരെ. പ്രത്യേകം ശ്രദ്ധിക്കണം. ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവൻ ആരാണ്? ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയവനായ ദൈവമാണ് എന്നുള്ളത് വളരെ സ്ഫുടമായി തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ ദാവീദ് മുഖാന്തരം ഇങ്ങനെ അരുളി ചെയ്തത് നമ്മൾ വായിക്കുന്നത് എവിടെയാണ്? സങ്കീർത്തനങ്ങൾ 2 എടുത്ത് വായിക്കാം. ജാതികൾ കലഹിക്കുന്നത്, ഇത് അവിടെ തന്നെ വായിച്ചതാണ്. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് എന്ത്? ഇവിടെ ശ്രദ്ധിക്കണേ. ഈ പറഞ്ഞ സങ്കീർത്തനം 2 ഇത്രയും ഭാഗങ്ങൾ ആണ് അപ്പോസ്തലപ്രവൃത്തി 4:25-26 വാക്യങ്ങളിൽ ഉദ്ധരിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരും 1-ാം നൂറ്റാണ്ടിലെ സഭയും ഒരേ സ്വരത്തിൽ ദൈവത്തോടാ സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ ആരാണ്? ഇവിടെ ദാവീദിന്റെ ദൈവം, പഴയ നിയമത്തിലെ ദൈവം, യഹോവയായ ദൈവമെന്ന് അവിടെ കാണുന്നു. ആ ദൈവം ആണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും സൃഷ്ടിച്ചതെന്ന് അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമാകുകയാണ്. അപ്പോൾ പഴയ നിയമത്തിലെ ദൈവമാരാണോ ആ ദൈവമാണ് സകലത്തിന്റെയും സൃഷ്ടാവ്. അതാരാണെന്നാണ്? യാഹുവ എന്ന എന്നേക്കും നാമമുള്ളവൻ മോശയ്ക്ക് മുൾപ്പടർപ്പ് ഭാഗത്ത് പ്രത്യക്ഷനായി അവനോട് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാക്കന്മാരുടെ ദൈവമെന്ന് അരുളി ചെയ്തവൻ. നമുക്ക് ഈ റെഫറൻസ് അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഞാൻ ഈ റെഫറൻസ് ഇവിടെയും ആവർത്തിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഈ റെഫറൻസ് ഒക്കെ നന്നായിട്ട് അറിയാം. അവർക്ക് ആർക്കും ഇത് പുതുതല്ല. എന്നാൽ ഇതറിയാത്തവർക്ക് വേണ്ടി വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ അതിലെ ആരംഭം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ മുൾപ്പടർപ്പ് ഭാഗത്ത് മോശയ്ക്ക് ദർശനമുണ്ടായ കാര്യമാണ്. മുൾപ്പടർപ്പ് ഭാഗത്ത് മോശയോട് ദൈവം അരുളി ചെയ്ത കാര്യമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതിലെ 15-ാം വാക്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യമുള്ളത്. അവിടെ വായിക്കാം. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. അപ്പൊ ആരാണിത്? ഇസ്രായേൽ മക്കളോട് പറയണം, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ
ആ ദൈവത്തിനെ ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് പറയാണ്, അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായവൻ, നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ ഇസ്രായേൽ മക്കളോട് പറയണം. എന്നിട്ട് പറയാണ്, ഇത് എന്നേക്കും എന്റെ നാമവും തലമുറ തലമുറയായി ജ്ഞാപകവുമായിരിക്കും. ഇതെന്നേക്കും എന്റെ നാമമാണ്. അതുകൊണ്ട് ഇവിടെ ആൾക്കാർ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ചിലരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 15-ാം വാക്യം പറയുമ്പോൾ അവർ 14-ാം വാക്യത്തിലേക്ക് വരും, 15-ാം വാക്യം പറയുമ്പോൾ 14-ാം വാക്യത്തിലേക്ക് വരും. ഇങ്ങനെ കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ അവരെയൊക്കെ വിടുകയാണ്. അപ്പൊ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് 15-ാം വാക്യത്തിൽ പറയും, ഈ കാര്യം ദൈവമാണ് മോശയോട് പറഞ്ഞതെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെവിടെയാണ് നമ്മൾ വായിക്കുന്നത്? 1-2 ഭാഗത്തുണ്ട്. നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യത്തിൽ അത് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം. അവിടെ യേശു അത് ഉറപ്പിക്കുകയാണ്, മോശയോട് മുൾപ്പടർപ്പ് ഭാഗത്ത് അരുളി ചെയ്തത് ദൈവമാണ്. അപ്പോൾ യേശു ദൈവമെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നവനാണ് മോശയോട് മുൾപ്പടർപ്പ് ഭാഗത്ത് അരുളി ചെയ്തത്. എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം അവനോട്, മോശയോട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമെന്ന് അരുളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ല. എവിടെ വായിച്ചിട്ടില്ല എന്നാണ്? മോശയുടെ പുസ്തകത്തിൽ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ആ സംഗതികളെ ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, മോശയോട് മുൾപ്പടർപ്പ് ഭാഗത്ത് ഇങ്ങനെ അരുളി ചെയ്തവനാണ് ദൈവമെന്ന്. അപ്പൊ കർത്താവായ യേശുക്രിസ്തു ഉറപ്പിച്ച സംഗതി, ഈ യഹോവ ആണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും സൃഷ്ടിച്ചതെന്ന് അപ്പോസ്തല പ്രവൃത്തി 4-ന്റെ 24-ാം വാക്യത്തിൽ 1-ാം നൂറ്റാണ്ടിലെ സഭയും അപ്പോസ്തലന്മാരും പറയുകയാണ്. അവരാ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്നവനെ കുറിച്ചാണെന്നുള്ളത് ഉറപ്പിക്കുന്നതാണ്. സങ്കീർത്തനം 2-ലുള്ള ഭാഗം എടുത്തുകൊണ്ടുവന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ എന്ന് ദൈവത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കും. അതിന്റെ തുടർന്ന് ഇപ്പൊ ഞാൻ അല്പം മുമ്പേ ഒരു കാര്യം പറഞ്ഞല്ലോ, പലരും യേശുക്രിസ്തുവാണ് സകലത്തെ സൃഷ്ടിച്ചതെന്ന് അവകാശവാദം നടത്തുന്നുണ്ട്, വ്യാജമായ പ്രചരണം നടത്തുന്നുണ്ടെന്ന്. അങ്ങനെ പ്രചരണം നടത്തുന്നവർക്കുള്ള മറുപടി ദാ ഇവിടെ തുടർന്ന് വായിക്കേ. അപ്പോസ്തല 4-ന്റെ 26 വായിച്ചേ. ഈ ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞിട്ട് ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ എന്ന് പറഞ്ഞ ശേഷം തുടർന്ന് എന്താണ് അവർ പറയുന്നത്? നീ ആര്? ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയവനായ ദൈവം, ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവന്. 2-ാം സങ്കീർത്തനത്തിലെ 1-ാം വാക്യം. ആ അരുളി ചെയ്തവനായ ദൈവത്തോടാണ് ഈ സഭ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറയുന്നത്, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി. ശ്രദ്ധിക്കണേ, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയവനായ ദൈവം യേശുക്രിസ്തുവാണോ? അല്ല എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. പിന്നെ ആരാണോ യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തത്, ആരുടെ ദാസനാണോ യേശു, അവൻ. മനസ്സിലായോ? ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയത് യേശുക്രിസ്തു അല്ല എന്ന് വ്യക്തം. പിന്നെ ആരാണ്? ആരുടെ ദാസനാണോ യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ, ദാസൻ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് യജമാനനാണുള്ളത്. അപ്പോൾ യേശുക്രിസ്തു ആർക്ക് ദാസനായിരിക്കുന്നു, അല്ലെങ്കിൽ ആരുടെ ദാസനാണോ, യേശുവിനെ ആരാണോ അഭിഷേകം ചെയ്തത്, ആ അഭിഷേകം ചെയ്തവൻ യേശു അവന്റെ അഭിഷിക്തനാണ്. നീ അഭിഷേകം ചെയ്ത നിന്റെ പരിശുദ്ധ ദാസനായ യേശു എന്നവന് വിരോധമായി. യേശു ആരാണ്?
യേശു സകലത്തിനെ സൃഷ്ടാവാണെന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്, മറിച്ച് സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം അഭിഷേകം ചെയ്ത പരിശുദ്ധ ദാസനാണ് യേശു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ചിലരൊക്കെ പുത്രൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. പുത്രൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവിടെ പദമില്ല, അവിടെ പയസ് അല്ലെങ്കിൽ പൈഡ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ദാവീദിനും അതേ പദം തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കിൽ കാണാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഗ്രീക്ക് ഒന്നും വിട്ട് അഭ്യാസം കാണിക്കുന്നില്ല. ദാവീദിനും യേശു ക്രിസ്തുവിനും ഒരേ പദം തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ കാണാം. അതിന്റെ 30 വരെ വായിച്ചു നോക്കണം, അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ പായസ് എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പൈഡ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുട്ടി, ചൈൽഡ് എന്നാണ്. ഈ ചൈൽഡ് എന്ന പദം എടുത്തോ എനിക്ക് പ്രശ്നമില്ല. യുവർ ഹോളി ചൈൽഡ് എന്ന് പറഞ്ഞോ പ്രശ്നമില്ല. യേശു ആരാണ്? സകലത്തിന്റെയും സൃഷ്ടാവല്ല, മറിച്ച് സകലത്തെയും സൃഷ്ടിച്ചവൻ അഭിഷേകം ചെയ്ത പരിശുദ്ധ ചൈൽഡാണ്, പരിശുദ്ധ കുട്ടിയാണ്. സകലത്തിനെ സൃഷ്ടാവിന്റെ അഭിഷിക്തനായ കുട്ടിയാണ് യേശു എന്ന് പറഞ്ഞു. എനിക്കൊരു തർക്കവുമില്ല. ഇനി ഞാൻ ദാസനെന്ന് സത്യവേദ പുസ്തകത്തിലൊക്കെ കിടക്കുന്ന പദം ഞാൻ ഉദ്ധരിക്കുമ്പം ആൾക്കാർ പലരും എന്റെ മേൽ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. ഞാനാണ് യേശുവിനെ ദാസനാക്കുന്നത്. ഞാനല്ല സുഹൃത്തെ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മലയാള പരിഭാഷ, സത്യവേദ പുസ്തകം എന്ന് പറയുന്ന പരിഭാഷയിൽ യേശു ദൈവത്തിന്റെ ദാസനാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും 53-ാം അധ്യായത്തിൽ കാണുന്നതും ദാസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പോട്ടെ, ഞാനത് വിട്ടിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 26 മുതൽ താഴോട്ട് വരുമ്പോൾ അവിടെ സകലത്തെയും സൃഷ്ടിച്ച ദൈവം അഭിഷേകം ചെയ്ത പരിശുദ്ധ ദാസനാണെന്ന് നിങ്ങൾ കയ്യിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന സത്യവേദ പുസ്തകം എന്ന് പറയുന്ന ആ പരിഭാഷയിൽ വളരെ സ്ഫുടമായി എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളെടുത്ത് വായിച്ചോ. നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസൻ. 30-ാം വാക്യത്തിലുമുണ്ട് ദാസൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോസ്തല പ്രവൃത്തി 3-ന്റെ 13-ാം വാക്യത്തിൽ യേശുവിനെ ദാസൻ എന്ന് നിങ്ങളുടെ സത്യവേദ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. യേശു ആരാണ്? ഈ പറഞ്ഞ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയവനായ ദൈവത്തിന്റെ ദാസനാണ് യേശു. ഞാനല്ല പറഞ്ഞത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന POC, സത്യവേദ പുസ്തകത്തെ മാത്രം എടുക്കേണ്ട, POC പരിഭാഷയും എടുത്തു, അവിടെയുമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 3-ന്റെ 13 നമ്മൾ വായിക്കുന്നത് എന്താണ്? അവിടെ പത്രോസും യോഹന്നാനും യഹൂദന്മാരോട് പറയുന്നതാണ് നമ്മൾ വായിക്കുന്നത്. അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. മനസ്സിലായോ? അപ്പോൾ ഇവിടെ അപ്പോസ്തലന്മാരും യേശുക്രിസ്തുവും ദൈവമെന്ന് ആരെയാണോ പറഞ്ഞിരിക്കുന്നത് ആ ദൈവത്തിന്റെ ദാസനാണ് യേശു. യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും ആരെയാണോ സകലത്തിന്റെ സൃഷ്ടാവെന്ന് വിശേഷിപ്പിക്കുന്നത് ആ സൃഷ്ടാവിന്റെ ദാസനാണ് യേശു. ഇത് ഞാനല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന POC പരിഭാഷ, ഇതിലൊക്കെ ഇതങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഇനി ഇംഗ്ലീഷ് പരിഭാഷ എടുത്താൽ അത് ചിലതിനകത്ത് ഹോളി ചൈൽഡ് എന്ന് കാണും, ചിലതിനകത്ത് ഹോളി സെർവന്റ് എന്ന് കാണും. മനസ്സിലായോ? സെർവന്റ് ജീസസ് എന്ന് കാണും, ചിലടത്ത് ചൈൽഡ് ജീസസ് എന്ന് കാണും ഇംഗ്ലീഷ് പരിഭാഷ എടുത്താൽ. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ക്രോസ് എക്സാമിനേഷൻ ചെയ്തോളൂ. ഈ പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെ ബൈബിളിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 3-ന്റെ 26-ാം വാക്യം വായിച്ചോ. അവിടെയും യേശുവിനെ ദാസൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കാണാം. വായിച്ചോളൂ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു. മതി. അപ്പോൾ അവിടെയും അപ്പോസ്തലന്മാരും 1-ാം നൂറ്റാണ്ടിലെ സഭയും പറയുന്ന ദൈവമാരാണോ ആ ദൈവത്തിന്റെ ദാസനാണ് യേശു. അപ്പോസ്തലന്മാരും 1-ാം നൂറ്റാണ്ടിലെ സഭയും വിശുദ്ധ വേദപുസ്തകവും മുഴുവനായി
ആരെയാണോ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവമെന്ന് മുന്നോട്ട് വയ്ക്കുന്നത്, ആ ദൈവത്തിന്റെ ദാസനാണ് യേശു. ആ സൃഷ്ടാവ് യേശുക്രിസ്തു അല്ല. യേശുക്രിസ്തുവാണ് സകലത്തിന്റെയും സൃഷ്ടാവെന്നോ യേശുക്രിസ്തുവാണ് ദൈവമെന്നോ ബൈബിളിൽ ഒരു വാക്യത്തിലുമില്ല. ഇത് പറയുമ്പോഴാണ് ചിലരൊക്കെ ചില പരിഭാഷകൾ എടുത്തുകൊണ്ടുവരും. അത് ഞാൻ പലപ്പോഴും നമ്മുടെ കൂട്ടായ്മയിൽ നമ്മുടെ സഹോദരങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ ഒരു പഴയ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലൊരു വാക്യമാണ്, എല്ലാം കൊണ്ടൊന്നും പറയാൻ സമയമില്ല, ഒരു വാക്യമാണ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. സത്യവേദ പുസ്തകത്തിൽ 12-ാം വാക്യം, POC പരിഭാഷയിൽ 13-ാം വാക്യം. സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവപ്രവൃത്തി ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവപ്രവൃത്തി ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട് മതി. അപ്പൊ ഇവിടെ സത്യവേദ പുസ്തകം എന്ന് പറയുന്ന പരിഭാഷ എടുത്ത് വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തു ആരാണ്? മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാണ്. അപ്പൊ രണ്ടും ഒരാൾ തന്നെയാണ്. മനസ്സിലായോ? ഈ പരിഭാഷയും കൊണ്ട് എന്റെ അടുത്തോട്ട് വന്നാൽ സുഹൃത്തെ, POC ബൈബിൾ, അത് നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ കാണാപ്പടം പറഞ്ഞേക്കാം. POC ബൈബിൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കത്തോലിക്കയുടെ എന്ന് കിട്ടുമെങ്കിൽ എടുത്ത് വായിച്ചു നോക്കുക. തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ്. ആ വാക്യം POC ബൈബിളിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: മഹോന്നതനായ ദൈവത്തിന്റെയും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും, എത്ര പേരുണ്ട്? 2 പേരെ കുറിച്ചാണ് പറയുന്നത്. മഹോന്നതനായ ദൈവത്തിന്റെയും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയ്ക്കായും കാത്തുകൊണ്ടും. അപ്പൊ ഇവിടെ സത്യവേദ പുസ്തകത്തിലെ പരിഭാഷയും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ഇതെടുത്ത് അങ്ങോട്ട് വെച്ച് തരും. ഇവിടെ മഹോന്നതനായ ദൈവവും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവും എന്നിങ്ങനെ 2 പേരെ കുറിച്ച് സത്യവേദ പുസ്തകത്തിന് വിപരീതമായി POC പരിഭാഷയിൽ കാണാൻ കഴിയും. ഇത് എടുത്തു വെക്കുമ്പം ഇതിലേതാണ് ശരി? വിഷമിക്കണ്ട, ബൈബിൾ തന്നെ അതിന് മറുപടി പറയും. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ചാണ്, യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചാണ് പൗലോസ്ലീഹ പറയുന്നതെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ ആരുടെയെല്ലാം മഹത്വമുണ്ട് എന്നൊന്ന് പരിശോധിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ. മനസ്സിലായോ? കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 പേരെ കുറിച്ചാണെന്ന് POC പരിഭാഷ പറയുന്നു. സത്യവേദ പുസ്തകം പറയുന്നത് 2 ഒരാളാണെന്ന്. ഇത് 2-ൽ ഏതാണ് ശരി? അതറിയണമെങ്കിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 26-ാം വാക്യം എടുത്തൊന്ന് വായിക്കണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 26-ാം വാക്യം വായിക്കാം. ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. ആരുടെയൊക്കെ മഹത്വമുണ്ടെന്നാ പറഞ്ഞത്? യേശുക്രിസ്തുവിന്റെ വരവിൽ ആരുടെയൊക്കെ മഹത്വമുണ്ടെന്നാണ് പറഞ്ഞത്? ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. മനസ്സിലായോ? അപ്പോൾ യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ
മനുഷ്യപുത്രന്റെ മഹത്വമുണ്ട്, അവന്റെ പിതാവിന്റെ മഹത്വമുണ്ട്, പിന്നെ എണ്ണം പറഞ്ഞിട്ടില്ലാത്തത്ര അസംഖ്യം എന്ന് പറയാം വിശുദ്ധ ദൂതന്മാരുടെ മഹത്വമുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ പിതാവിന്റെ മഹത്വമുണ്ട്, മനുഷ്യപുത്രന്റെ മഹത്വമുണ്ട്, വിശുദ്ധ ദൂതന്മാരുടെ മഹത്വമുണ്ട്. പൗലോസ്ലീഹ പറയുമ്പോൾ രണ്ടുപേരുടെ മഹത്വത്തെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? അതാണ് തീത്തോസ് 2:13 നമ്മൾ വായിക്കുന്നത്. മഹോന്നതനായ ദൈവത്തിന്റെയും, അതാരാണ് ഈ മഹോന്നതനായ ദൈവം? ആരാണോ യേശുക്രിസ്തുവിന്റെ പിതാവ്, അവനാണ് മഹോന്നതനായ ദൈവം. മഹോന്നതനായ ദൈവത്തിന്റെയും, പിന്നെ അടുത്ത ആളെ കുറിച്ച് പറയുകയാണ്. ആരാണ്? നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും. അങ്ങനെ രണ്ടുപേരെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയ്ക്കായി കാത്തുകൊണ്ട്. മനസ്സിലായോ? തീത്തോസ് 2:12-13 വാക്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നെങ്കിൽ, പരിഭാഷകൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നെങ്കിൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതര വചനഭാഗമുണ്ടോ എന്ന് പരിശോധിക്കുക. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വച്ചത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം ചേർത്ത് പഠിക്കുമ്പോൾ മനസ്സിലാകും. പൗലോസ് തീത്തോസിന് എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്ന മഹോന്നതനായ ദൈവം, മെഗാലോതെയോ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവല്ല, മറിച്ച് യേശുക്രിസ്തുവിന്റെ പിതാവാണ്. ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു സത്യദൈവമായ പിതാവ്. ഏത് ദൈവത്തിന്റെ പുത്രനാണോ യേശുക്രിസ്തു, ആ ദൈവത്തിന്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിശുദ്ധ വേദപുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവം യേശുക്രിസ്തുവാണെന്ന് ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളെ പഠിപ്പിച്ചാൽ നിങ്ങൾ തെളിവ് ചോദിക്കണം. ചിലരൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരും, യോഹന്നാൻ 1:3 വാക്യം, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതൊക്കെ വേറെ വിഷയമാണ് കുഞ്ഞെ. ഇതിനെല്ലാം ഞങ്ങൾക്ക് മറുപടിയുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ പ്രിയരെ, നമ്മൾ തിരുവെഴുത്തുകളിൽ ഏകാഗ്രതയുള്ളവരായി തിരുവെഴുത്തുകളെ ചേർത്ത് പഠിച്ചുകൊണ്ട് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ വളരുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരും 1-ാം നൂറ്റാണ്ടിലെ സഭയും പഠിപ്പിച്ചതായ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വളരേണ്ടത് വളരെ ആവശ്യമാണ്. കാലാന്തരത്തിൽ സഭയിൽ കടന്നുകൂടിയ കൊടിയ ചെന്നായ്ക്കളുടെ ഉപദേശത്തെ പിൻപറ്റുന്ന ഉപദേശിമാരുടെ ഉപദേശം കേട്ടാൽ നിങ്ങളാരും നിത്യജീവൻ അവകാശമാക്കുകയില്ല. നിങ്ങളെ നിത്യജീവന്റെ പ്രത്യാശയിൽ നിന്ന് അകറ്റേണ്ടതിനായിട്ട് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു, അന്ധകാരം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അന്ധകാരത്തിന്റെ മക്കളായ അവർ നിങ്ങളോട് വ്യാജം പറഞ്ഞുകൊണ്ട് നിങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാമായി എന്ന് നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ നിങ്ങളിലേക്ക് പകർന്നു തന്നുകൊണ്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യന്റെ പ്രശംസയല്ല, തന്നെ നിയോഗിച്ചവന്റെ ഹിതമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഏറ്റവും പ്രസാദമുള്ളത്. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞത്, അന്നാളിൽ അനേകർ എന്റെ അടുത്ത് വന്ന് എന്നോട്, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, ഞങ്ങൾ നിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്തു, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി എന്നൊക്കെ അവകാശവാദം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരും. അവരോട് ഞാൻ അന്നാളിൽ എന്തു പറയുമെന്നാ പറഞ്ഞത്? അധർമ്മം പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകുവീൻ, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ആകയാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പ്രിയ സ്നേഹിതരെ, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സത്യ സുവിശേഷത്തിന്റെ പരിജ്ഞാനത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി ഒരുക്കമുള്ളവരായിരിക്കുകയും നമ്മുടെ കർത്താവിന്റെ ഹിതമനുസരിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദൈവമായ പിതാവാണ് ഒരേ ഒരു സത്യദൈവമെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ആ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നിലനിൽക്കുകയും വളരുകയും ചെയ്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന നിത്യജീവന്റെ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിൽ നമ്മളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം.
നമുക്ക് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാം. നാമെല്ലാവരും ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ പ്രാർത്ഥനയോടുകൂടിയായിരിക്കുമ്പോൾ തോമസ് കുട്ടിച്ചായൻ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.